ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ മാതിരി ഒരു സമവായത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വഭാവത്തിൽ നിന്ന് മയക്കുമരുന്നും മദ്യത്തിന്റെയും സ്വാധീനം കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ അധപ്പതനം കൊണ്ടും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം. കാരണം തനിക്ക് താല്പര്യമില്ലാത്ത വിഷയം തന്നോട് ഏതെങ്കിലും രീതിയിൽ വിദ്വേഷം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്തതിന് ശേഷം തന്റെ താല്പര്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ തന്റെ ഉദ്ദേശം നേടിയെടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ജനങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ആളുകൾ അധപ്പതിച്ചു. അതിനോടൊപ്പം തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗവും മദ്യത്തിന്റെ ഉപയോഗവും അവരെ വല്ലാണ്ട് സ്വാധീനിക്കുന്നു. അവരുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് വൈകൃതങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ലോഡ്ജിൽ സ്ത്രീയെ കൊല ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബാറിൽ അവിടെ ചെന്ന് ടച്ചിങ്സ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് കാത്തു നിന്ന് അവിടുത്തെ ജീവനക്കാരൻ ഇറങ്ങിയ അവസരത്തിൽ അദ്ദേഹത്തിനെ കുത്തിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നില്ല. കാരണം ഒരു ചെറിയൊരു കാര്യം, അതായത് 1 രൂപയുടെ സാധനം തനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ ജീവിതം ഹനിക്കാൻ വേണ്ടിയിട്ട് ക്രൂരമായി അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി പുറത്തു നിന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അത് ഈ ക്രിമിനാലിറ്റി വളരുക, അതോടൊപ്പം തന്നെ ഈ വളരുന്ന ആളുകൾക്ക് ഈ ക്രിമിനൽസിന് നിയമത്തിനോട് ബഹുമാനമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം തന്നെ ഭയമാണ് പല ആളുകളെ, അതായത് എന്റെ പേരിൽ നടപടി വരും, ഗൗരവമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നുള്ള ഭയം കൊണ്ടാണ് ആളുകൾ ഈ ക്രിമിനലുകൾ പലപ്പോഴും ഈ കുറ്റത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അങ്ങനെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം പോലീസ് നടപടിയായാലും ശരി, സമൂഹത്തിന്റെ ഇടപെടലായാലും ശരി, ക്രിമിനലുകളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ക്രിമിനലുകൾക്ക് അനുകൂലമായ ഒരു സമീപനം കൊണ്ട് ക്രിമിനലുകൾ ഇങ്ങനെയുള്ളവർ നിയമ സംവിധാനങ്ങളെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരെന്തും ചെയ്യും, ഏതവസരത്തിലും ചെയ്യും, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത് ചെയ്യും എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ ഈ നിയമ സംവിധാനങ്ങൾക്ക്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ എക്സിക്യൂട്ടീവ്, അതായത് നിയമനിർവഹണ വിഭാഗത്തിന് കൂടുതൽ ശക്തിയും അതുപോലെ തന്നെ ഈ അക്രമം കാണിക്കുന്ന ആളുകളിൽ ഒരു ഭയം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇതേമാതിരിയുള്ള കൊലപാതകങ്ങൾ ആവർത്തിച്ച് നമ്മളിപ്പോ അടിക്കടി കാണുന്നുണ്ട്. പണ്ടൊക്കെ ഇപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു എന്നല്ലാണ്ട് ഇപ്പൊ നിത്യസംഭവമായിട്ട് ഇത് മാറിപ്പോയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശരിക്കും എന്താന്ന് പറഞ്ഞാല് ഈ നിയമത്തിനോട് ബഹുമാനമില്ല, അതുപോലെ തന്നെ ഇതിന്റെ നിയമം കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളോടുള്ള ഭയമില്ല, അല്ലെങ്കിൽ ബഹുമാനമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ സമൂഹത്തിന്റെ ഇടപെടലും ഈ കാര്യത്തിൽ വളരെ പരിമിതമായി പോകുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനും നിയമ നടപടിക്ക് വിധേയമാക്കുന്നതിനും സമൂഹം കൂടെ ഒരു ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാനും കണ്ടില്ല കേട്ടില്ല എന്ന് പറയും. അവനവനിലേക്ക് എത്തുമ്പോൾ മാത്രം പ്രതികരിക്കുന്നു എന്നുള്ളൊരു പശ്ചാത്തലത്തേക്ക് മാത്രം പോകുന്നു. അല്ലെ കൂട്ടമായി മാത്രം പ്രവരുത്തി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇതിനെ ചേർക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോയി, അല്ലെ ഇതിനുള്ള ഉത്തരവാദിത്തബോധം നഷ്ടപ്പെട്ടു പോയി. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇത് ദാരുണമായ ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് എല്ലാ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.